Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പദമാണ് ക്ലോത്ത് എന്നുള്ള പദം. അതായത് ഈ പദം വ്യത്യസ്തമായിട്ടുള്ള സ്പെല്ലിങ്ങുകളിൽ നമ്മൾ ഉപയോഗിക്കും. അതായത് ക്ലോത്ത്, അതായത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് CLOTH ക്ലോത്ത്, അതുപോലെ തന്നെ CLOTHE, പിന്നെ ഇതിൻ്റെ പ്ലൂരൽ ആയിട്ടുള്ള രൂപം ക്ലോത്ത്സ്. പ്രധാനമായിട്ടും കൺഫ്യൂഷൻ അവിടെ വരുന്നത് ഇപ്പൊ ക്ലോത്ത്സ് എന്ന് എഴുതുമ്പോൾ CLOTHS എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ CLOTHES എഴുതുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ക്ലോത്ത്സ് എന്ന് എഴുതുമ്പോൾ CLOTHSഉം അതുപോലെ തന്നെ CLOTHESഉം തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ നമുക്ക് ആദ്യം ക്ലോത്ത് എന്താ നോക്കാം. അതായത് ക്ലോത്ത് എന്ന് പറയുമ്പോൾ CLOTH ഉണ്ട്, CLOTHE ഉണ്ട്. ഇതിൽ ആദ്യം നമുക്ക് CLOTH ക്ലോത്ത് എന്താ നോക്കാം. എന്താ CLOTH ക്ലോത്ത് എന്ന് പറഞ്ഞാൽ? ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നൗണാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം. CLOTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ പേര് ക്ലോത്ത്. ഇനി എന്താ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ, ക്ലോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വൂവൺ മെറ്റീരിയൽ മെയ്ഡ് ഫ്രം ഫൈബേഴ്സ് ലൈക്ക് കോട്ടൺ അല്ലെങ്കിൽ ഓർ പോളിസ്റ്റർ. അതായത് പോളിസ്റ്റർ അല്ലെങ്കിൽ കോട്ടൺ പോലുള്ള ഫൈബർ, ഇവയുടെ നാരിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു വസ്തു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്റർ ഇവയുടെ ഫൈബർ, കോട്ടന്റെ നാര് അല്ലെങ്കിൽ പോളിസ്റ്ററിന്റെ ഫൈബർ, അതിൽ നിന്നുണ്ടാക്കുന്ന വസ്തു എന്താ? വസ്തുവിന് എന്താ നമ്മൾ സാധാരണ പറയാറ്? ആ വസ്തുവാണ് എന്ത്? നമ്മൾ തുണി അല്ലെങ്കിൽ ശീല എന്ന് പറയുന്നത്. തുണി അല്ലെങ്കിൽ ശീല, ഇതിനാണ് ക്ലോത്ത് എന്ന് പറയാം. എന്ത് പറയുന്നത്? ക്ലോത്ത്. അപ്പൊ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തുണിയാണ് ക്ലോത്ത്. ഇനി ക്ലോത്തിന്റെ അവസാനം ഈ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലോത്ത് എന്ന് എഴുതുമ്പോൾ അറിയാതെ അതിന്റെ ഒരു അവസാനം ഈ വന്നു കഴിഞ്ഞാൽ അതൊരു വെർബായിട്ട് മാറും. എന്തായിട്ട് മാറും? വെർബായിട്ട്. അപ്പൊ ആ വെർബിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ ആക്ട് ഓഫ് ഡ്രസ്സിങ് സംവൺ, ഒരാൾ വസ്ത്രം ധരിക്കുന്ന ആ ഒരു പ്രക്രിയ. അപ്പൊ വസ്ത്രം ധരിക്കുക, ദാറ്റ് മീൻസ് ടു വെയർ എന്ന അർത്ഥം വരും. ആക്ട് ഓഫ് ഡ്രസ്സിങ് സംവൺ, അതായത് ആരെങ്കിലും ഒരാള് വസ്ത്രം ധരിക്കുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഓർ പ്രൊവൈഡിങ് ദം വിത്ത് ക്ലോത്ത്സ്, അല്ലെങ്കിൽ ആളുകൾക്ക് വസ്ത്രം നൽകുക, പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഈ അർത്ഥമൊക്കെയാണ് എന്തിനു വരിക? ഈ ക്ലോത്തിന്റെ അവസാനം ഈ വന്നു കഴിഞ്ഞാൽ. അടുത്തത് ക്ലോത്തിന്റെ പ്ലൂരല്. എന്താ ക്ലോത്തിന്റെ? ക്ലോത്ത്സ് എന്നുള്ളതാണ്. ക്ലോത്ത്സ്. ഈ ക്ലോത്ത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ, ക്ലോത്ത്സ് ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. അവസാനം എസ് ആണോ ES ആണോ? സ്വാഭാവികമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഹൈസ്കൂളിലെ കുട്ടികളൊക്കെയാണ് ചോദിക്കും, ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ചോദിക്കും, സാറേ എസ് ആ എഴുതണ്ട് അതോ ES ആ എഴുതേണ്ടത്? എന്താ അതിലെ വ്യത്യാസം? ഇപ്പൊ ക്ലോത്ത്സ് എന്നുള്ളത് ES ചേർത്ത് എഴുതാതെ വെക്കുക. എന്താണ് അതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ക്ലോത്ത്സ് എന്നുള്ളത് ES വെച്ച് എഴുതുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദി ഫിനിഷ്ഡ് ഗാർമെന്റ്സ് വി വെയർ, നമ്മൾ ധരിക്കുന്ന ഫിനിഷ്ഡ് ഗാർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയ, അതായത് നമ്മളെ ഷർട്ട്, പാൻസ്, അതുപോലെ നമ്മളെ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്തായിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, പാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീഷർട്ട് ആയിക്കോട്ടെ, ബനിയൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഫിനിഷ്ഡ് ഗാർമെന്റ്സ്, നമ്മൾ വസ്ത്രങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ധരിക്കുന്ന ആ സംഭവങ്ങളാണ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, CLOTHES. അപ്പൊ വസ്ത്രങ്ങളെ പറയുകയാണെങ്കിൽ ക്ലോത്ത്സ് എന്ന് ഉപയോഗിക്കണം, വസ്ത്രങ്ങൾ. എന്നാൽ ക്ലോത്ത്സ് എന്ന് പറയാണ് CLOTHS. അതായത് നേരെ പറയാണ്. അവിടെ നമ്മൾ എന്ത് ചേർക്കുന്നില്ല, ഈ ചേർക്കാതെ ക്ലോത്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ refers to the fabric or material used to make those garments. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങളില്ലേ, അതായത് പാൻസ്, ഷർട്ട്, അതുപോലെ തന്നെ
ടീഷർട്ട് പിന്നെ ഇതുപോലത്തെ വസ്തുക്കൾ ദോസ് ഗാർമെന്റ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ തുണി അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലോത്ത് എന്ന് പറഞ്ഞില്ലേ, തുണി. ആ തുണിയാണ് എന്ത് ക്ലോത്ത്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുണി എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ കോട്ടണിൽ നിന്നോ അല്ലെങ്കിൽ പോളിസ്റ്ററിന്റെ ഫൈബേഴ്സ് കൊണ്ടോ ഉണ്ടാക്കുന്ന ആ മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്ലോത്ത്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ 4 വാക്കുകൾ, ഒരേപോലുള്ള 4 വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ 4 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതാണ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതുപോലെ വീഡിയോ അവസാനം വരെ കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.